അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ 5 മണിക്കൂറാണ് ഞാനിവിടെ ഒരു ടാർഗറ്റായിട്ട് എടുത്തിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, കുറേ ദിവസമായി പഠിച്ചിട്ട്. അപ്പോൾ കുറേ മണിക്കൂറൊക്കെ ടാർഗറ്റായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരു 5 hours ഞാനൊരു ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മണിയോട് അടുപ്പിച്ചിട്ടുണ്ട്, രാവിലെ 10 മണി. അപ്പോൾ നമ്മളിപ്പോൾ ടെറസിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എസ്തെറ്റിക് വൈബോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്രി ഐറ്റംസ് എല്ലാം കിടപ്പുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ കാണിച്ച് തന്നെ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകാം. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞ് 57 മിനിറ്റ്, അതായത് 10 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ 10 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇരിക്കേണ്ടതല്ല, ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തന്നെ ടൈമർ വയ്ക്കുന്നുണ്ട്. ഈ ടൈമർ വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. 50-10 എന്ന് പറയുന്ന ഒരു രീതിക്കാണ് ടൈമർ വരുന്നത്. അതായത് 50 മിനിറ്റ് പഠനം, 10 മിനിറ്റ് നമ്മളുടെ ബ്രേക്ക്, ആ ഒരു രീതിക്കാണ് ടൈമർ വരുന്നത്. ആദ്യമേ നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 10th പ്രിലിംസ് ആണല്ലോ ഇനിയിപ്പോൾ ഉടനെ ഉള്ളത്. 10th പ്രിലിംസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ SCRT ചാപ്റ്റേഴ്സ് ആണ് ആദ്യമേ പഠിക്കുന്നത്. അതിനുശേഷമാണ് ബാക്കി ഉള്ള ഐറ്റംസൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ SCRT ചാപ്റ്റേഴ്സിൻ്റെ ആ ഒരു ലക്ഷ്യയുടെ ഗൈഡ് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചിരുന്നത് വെച്ചിട്ടാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. 5ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റേഴ്സാണ് ആദ്യമേ കിടക്കുന്നതെന്നുണ്ടെങ്കിലും കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ആ ഒരു ചാപ്റ്റേഴ്സൊക്കെ തീരാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചധികം പേജസ് ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ SCRT ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അത്രയും പേജ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ ചാപ്റ്റേഴ്സും ലെങ്തിയാണ്. 5ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നല്ല ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഈ അധിക നേരം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ കുറവാണ്. അതായത് പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത് പോലെയും എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ അനുഭവപ്പെടുന്നത് പോലെയും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ പോലെ എടുത്ത് വയ്ക്കാമെന്ന് ഓർത്തത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 50 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യത്തെ 50 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 10 മിനിറ്റിൻ്റെ ഒരു ബ്രേക്കും ഒക്കെ കിട്ടുന്നതായിരിക്കും. അങ്ങനത്തെ ഏകദേശം ഒരു 5 സെഷനായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആഹാരം കഴിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെഷൻ കൃത്യമായിട്ട് ആ ഒരു ടൈം എടുത്തു വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ വീഡിയോസും ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാലാവസ്ഥയ്ക്കൊക്കെ ഒരു ചെറിയ മാറ്റമുള്ളത് കൊണ്ട് ഇടികുടുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെറസിൻ്റെ പൊക്കത്തായതുകൊണ്ട് നമുക്കതെല്ലാം കേൾക്കാനായിട്ടും സാധിക്കും. പിന്നെ അത്യാവശ്യം ചൂടും തണുപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു, ഈർപ്പം നിറഞ്ഞിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ 50 മിനിറ്റ് തീരാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം 3 സെക്കൻഡും കൂടെ ഉള്ളൂ. ഇനി നമുക്ക് 10 മിനിറ്റ് ബ്രേക്കാണ് ഈ ഒരു ടൈമറിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിത്തം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ബ്രേക്കാണ്. 10 മിനിറ്റാണ് നമുക്ക് ബ്രേക്കിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടൈമർ വെച്ചിട്ട് പഠിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോൺ എടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിക്ക് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ പോലത്തെ ആളുകളായിരിക്കും ഭൂരിഭാഗവും. അപ്പോൾ കാരണം ഇപ്പോൾ ഫോണൊന്നും ഇല്ലാതെ ഉള്ള പഠനമല്ലെന്നുണ്ടെങ്കിൽ ഫോണൊന്നും ഇല്ലാതെ ജീവിതം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഫോൺ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ടൈമർ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിൻ്റെ ബ്രേക്ക് കഴിഞ്ഞു. അടുത്ത 50 മിനിറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോകുവാണ്. ഞാനിപ്പോൾ ഭയങ്കരമായിട്ടൊരു എക്സോസ്റ്റഡ് ഫീൽ അടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിന് അടുപ്പിച്ചാവുന്നതേ ഉള്ളൂ. എന്നാലും ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ അടിച്ചിട്ട് ഞാൻ താണ്ട് ഇപ്പം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുക എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പഠനം ആരംഭിക്കാം. നടക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ നടത്തം ഒത്തിരി അങ്ങ് നീണ്ടുപോകുമൊന്നും വേണ്ട കേട്ടോ. കാരണം നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ നീണ്ടു പോകും. പിന്നെ പ്രോക്രാസ്റ്റിനേഷനാകും, നീട്ടിവെക്കലാകും. അതുകൊണ്ട് തന്നെ ഒരു 2 സെക്കൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്കൊന്ന് ബ്രേക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 10 മിനിറ്റ് ടൈമർ വെച്ചിരിക്കുന്നത് കൊണ്ട് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്കൊന്ന് കുളിച്ചേക്കാം. അപ്പോൾ കുളിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നല്ലപോലെ ഉറക്കമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കുളിക്കുന്നത്. പിന്നെ വിശപ്പിൻ്റെ വിളിയും അതിൻ്റെ കൂടെ തന്നെ വന്നായിരുന്നു.